മൂന്നാമത്തെ വിഭാഗം അന്യപുരുഷന്മാരിൽ നിന്ന് ശരീരം മറക്കാത്ത പെണ്ണാണ്. ഉപ്പമാരോട്, ഭർത്താക്കന്മാരോട്, ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, അതിനവർ മറ സ്വീകരിക്കുമ്പോ നമ്മൾ തടസ്സക്കാരാകരുത്. ഒരു മറ സ്വീകരിക്കാൻ നല്ല ഇഖ്ലാസോടെ ഒരു പെണ്ണ് ഒരുമ്പെടുമ്പോ നീ പതൊന്നും ധരിക്കണ്ട, ഉമ്മാമയാകണ്ട, ഒരു ഷാളിട്ടിന്റെ കൂടെ പോന്നാ മതി. എന്റെ ഫ്രണ്ട്സ് കണ്ടാല് ചോദിക്കും അത് ഉമ്മയാണോന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ജേട്ടത്തിയാണോന്ന് ചോദിച്ചു കളയും. അതുകൊണ്ട് എന്റെ 18ന്റെ പവറുള്ള, 21ന്റെ മികവുള്ള നല്ലൊരു 1-ാം നമ്പർ പെണ്ണാകട്ടെ, നീ ഇങ്ങനെ പോന്നാൽ മതി, ഒരു ഷാളൊക്കെ ഇട്ടാൽ മതി. അത് കഴുത്തിയാലായും കുഴപ്പമില്ല, ബാഗിലായാലും കുഴപ്പമില്ല. എന്നെ കണ്ട ആൾക്കാർക്കൊക്കെ നീ മറ്റാളെ മോളാണെന്ന് മനസ്സിലാകുമല്ലോ. ആ തരത്തിൽ ഇസ്ലാമൊക്കെ മതി എന്ന് പറഞ്ഞ് അവരുടെ മറ നമ്മൾ പൊളിക്കല്ല. എന്റെ ഭാര്യന്റെ കഴുത്ത് മറക്കാൻ ഭാര്യക്ക് താല്പര്യം ഉണ്ടാകുമ്പോ ഞാനതിന് തടസ്സമായാൽ ആരാ ഉത്തരവാദി? ഭാര്യല്ല, ഞാനാ. അവളത് മറക്കാൻ ശരിക്കും ഒരു മക്കനെ കുത്തിയിട്ട് മറക്കാൻ മക്കനൊന്നിടണ്ട, ഒരു ഷാളിട്ട് വന്നാ മതി. വലിയ മക്കന ബീവി. നമ്മളത് തകർത്താൽ ആ പെണ്ണിനല്ല കുറ്റം, നമ്മക്കാ. ഡീസന്റ് അല്ലേ, നമ്മള് ഭയങ്കര ഡീസന്റും ഭയങ്കര സ്റ്റാറ്റസും എന്തൊക്കെയാ നമ്മൾ പറയല് ഇംഗ്ലീഷിൽ. ആ അക്ഷരത്തിന് കണക്കില്ല. ആൾക്കാര് മനസ്സിലാക്കി ഡീസന്റ് അങ്ങനെയാ. ഇങ്ങനെ പോകുമ്പോ 4 ആള് കണ്ടിട്ട് തിരക്കടില്ല കേട്ടോ. കല്യാണം കഴിച്ചു നല്ല ഉഷാറില്ല, എന്നാ ഓലൊക്കെ ആ ഉഷാറുള്ളവര് പറഞ്ഞ ആൾക്കാർക്കൊക്കെ വീതം വെച്ചു കൊടുക്കാനാ കല്യാണം കഴിച്ചത്. നല്ല ജീവിത മാർഗത്തിന് വേണ്ടിയാണ് ജീവിതത്തിനെ സ്വീകരിച്ചത്. നല്ല മാർഗത്തിൽ കൊണ്ടു നടക്കാനാണ് നിക്കാഹിന്റെ അന്ന് നമ്മളൊക്കെ വാക്ക് കൊടുത്തത്. എന്താണ് നിക്കാഹിന്റെ അന്ന് നമ്മൾ ചൊല്ലിയത്? ഈ കയ്യിൽ കിട്ടുന്ന ഇണയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ നല്ല നിലക്ക് കൊണ്ടു നടക്കും. ഇംസാകുൻ ബിമഅറൂഫ്, നല്ല നിലക്ക് കൊണ്ടു നടക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇസ്ലാം അനുസരിച്ച് ഇതിനെ ജീവിപ്പിക്കുന്ന അതിന്റെ അർത്ഥം. അതിന് കഴിയില്ലെങ്കിൽ തസ്രീഹും ബിഹിസാൻ, പരിക്കൊന്നും ഏൽപ്പിക്കാതെ നല്ല രൂപത്തിൽ വിട്ടയക്കും. ആ ഒരു വാക്കും പറഞ്ഞിട്ടാ നമ്മൾ സ്വീകരിച്ചത്, വെറുതെ സ്വീകരിച്ചതൊന്നുമല്ല. ആ ഒരു വാക്ക് നമുക്ക് എതിരാകാൻ പാടില്ല, വിനയാകാൻ പാടില്ല. മറക്കാൻ പറഞ്ഞിട്ടും മറക്കാത്ത പെണ്ണുങ്ങളില്ലേ, അവരെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വംറഅത്തുൻ ലാ തസ്തുറു നഫ്സഹാ മിനർ റിജാൽ. മറ്റു പുരുഷന്മാരെ, അന്യപുരുഷന്മാരെ കാണുമ്പോ ഒരു പ്രശ്നവുമില്ല, സ്വന്തം ശരീരം മറക്കൂല. വതഖ്റുജു മിൻ ബൈതിഹാ മുതബഹ്രിജാ, വീട്ടിൽ നിന്നവർ രംഗപ്രവേശനം ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച്